റസൂലേ നിൻ വരവാലേ റസൂലേ 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 നിൻ വരവാലേ റസൂലേ റസൂലേ നാടാകെ പാടുകയായി വന്നല്ലൂറപ്പിൻ ദൂതൻ. ഒരിക്കൽ നീ ചിരിച്ചാൽ എൻ്റെ ഓർമ്മകളിൽ തുളുമ്പും നൊമ്പരങ്ങൾ എൻ പൊൻകിടാവേ. നിനക്ക് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? അല്ല, ഞാൻ ഈ അടുക്കളയിൽ നിന്ന് പണിയണമെന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? വേണേ പോടാ, ഞാൻ ഇറങ്ങി ഇവിടെ നിന്ന്. അമ്മ ഇത് ഭയങ്കര ക്രൂവലാണ് കേട്ടാ. അമ്മ ഒന്നുമില്ലെങ്കിൽ അമ്മ ഒരു അമ്മയല്ലേ അമ്മ. അമ്മ ഞാൻ അമ്മയുടെ മോനാണ്. അപ്പൊ ഏത് മക്കൾ എത്ര വൃത്തികേടായിട്ട് പാട്ട് പാടിയാലും അമ്മമാര് നല്ലതെന്ന് വേണം പറയാൻ. നീ പറഞ്ഞ സത്യം തന്നെയാണ്, പക്ഷെ എല്ലാത്തിനും ഒരു പരിധി ഇല്ലേ കേശു? അമ്മമാര് തെറ്റ് കണ്ടാ പറഞ്ഞു തരണം, അത്ര ഞാൻ ചെയ്തുള്ളൂ. അമ്മ അത്രയ്ക്ക് വൃത്തികേടാണ് എന്റെ പാട്ട്. കുറച്ചധികം. എന്റെ പൊന്നു ദൈവമേ, അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ നല്ലൊരു പാട്ടുകാരനായിട്ട് ജനിപ്പിച്ചാൽ മതിയായിരുന്നു. അത് വേണമെങ്കിൽ അമ്മ പ്രാർത്ഥിക്കാം ദൈവത്തോടെ. അങ്ങനെ അമ്മ ഇന്ന് നഴ്സറി പോകണില്ല, മോൾ ഇന്ന് നഴ്സറി പോകുന്നുണ്ട്. എന്തേ പോണ്ടേ? എന്തിനാ അങ്ങനെ ചോദിച്ചാ? ഇപ്പൊ ഈടായിട്ട് പഠിത്ത കാര്യത്തിലൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കണില്ല. അത് കുറച്ച് പ്രശ്നമായിപ്പോയി. അയ്യോ, എന്റെ കുഞ്ഞിന് എന്താ പ്രശ്നം അവിടെ? പിന്നെ ഇവിടുത്തെ കാര്യങ്ങള്, പിന്നെ കളിയ്, പിന്നെ 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 അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ അമ്മ കൊച്ചിന്. അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? കൊച്ചിന് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ ഒറ്റയ്ക്ക്? കഷ്ടാട്ടോ. ഏത്തപ്പഴം, ബോയിൽഡ് എഗ്, പിന്നെ ഡേറ്റ്സ്, ബിസ്ക്കറ്റ്. ഉച്ചക്ക് ചോറ് കുറച്ച് കഴിച്ചാ മതി കേട്ടാ. പറയണ കേട്ടാ, തൊല്ല പിടിച്ച കേസെന്ന്. ഇങ്ങനെയൊക്കെ എന്റെ സ്കൂളിൽ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ത് വിചാരിക്കും? പറഞ്ഞ കേട്ടമ്മ എന്ത് വിചാരിക്കാന്ന്? പിന്നെ മിസ്സുമാരൊക്കെ എങ്ങനെ? എല്ലാം നമ്മുടെ കക്ഷികളാണെന്ന്. ബെസ്റ്റ്. ഇതൊക്കെ അച്ഛന്റെ കയ്യിൽ നിന്ന് പോണ വാക്കുകളാണ്. ഞാൻ അച്ഛന്റെ കഥയൊക്കെ ഫ്രണ്ട്സിനോട് പറയും. അടിപൊളി അമ്മ. അച്ഛന്റെ കഥ അടുത്ത തലമുറ അറിയാൻ തുടങ്ങി. പിള്ളേരുടെ ഗതികേട് അല്ലാണ്ട് എന്തു പറയാ. പാറേ, സമയങ്ങൾ ഏതാ പെട്ടെന്ന് റെഡിയായേ ചെല്ല്. എന്നെ ഒന്ന് റെഡിയാക്ക്. ഇതാണിപ്പോ ഇവിടെ ലജ്ജയില്ലാത്തതിന്റെ മെയിൻ വിഷയം വന്നേക്കണത് എനിക്കാണ്. ശരി മക്കളൊരു കാര്യം ചെയ്ത് ബാത്റൂമിലൊക്കെ പോ. ചേട്ടൻ വരാം. വരാം ചെല്ല്. എന്റെ പൊന്നോ അമ്മ, ഇപ്പതാ സ്കൂളിൽ പോവാൻ മടിയൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ മടിയൊന്നുമില്ല. പിന്നെ ഇവിടെ ഫുള്ള് ആൾക്കാരൊക്കെ ഉള്ളപ്പോ ചെറിയൊരു ഉഴപ്പ് എല്ലാവരുടെ ഇടയിൽ കയറി വരകാല. പഠിക്കാനെടുത്തുമ്പോ ഇപ്പോഴും ഭയങ്കര മടി തന്നെയാ. ഭയങ്കര പാടാ പഠിക്കാനെടുത്താൽ. കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടുത്തെ പുതിയ പ്രശ്നങ്ങളും പുതിയ കഥകളും എല്ലാം ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്കും കൊണ്ട് വരകയല്ലേ. പിന്നെ ഇങ്ങനെ പഠിക്കാൻ പറ്റണേ? അതൊക്കെ ഞാൻ ചെറുതിലെ പഠിക്കാൻ എന്ത് കിടക്കായിരുന്നു. എത്ര പ്രശ്നം ഉണ്ടായാലും പഠിത്തത്തിന്റെ കാര്യം ഞാൻ വിടത്തില്ല. വിദ്യാസമ്പന്ന കഥയായിട്ട് വന്ന് തുടങ്ങി. വിദ്യാസമ്പന്ന ഇവിടെ ബാക്കിയുള്ളവരുടെ വിദ്യയെ കുറിച്ച് പറഞ്ഞാലേ ഇവിടെ കൂടുതൽ തല്ലി കിടക്കും കേട്ടാ. ബഹുരസമാണ്. പാട്ടാസ്ഥാനത്തെ സോറി. ഇവ എപ്പോ പാട്ട് നിർത്തണോ അപ്പൊ ഈ കുടുംബം നന്നാവും. കണ്ട ഇത് ചോറ് തിന്നടാ നീയൊക്കെ. പട്ടിണി കിടക്ക്. നിലത്ത് വീണോ? എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം അമ്മ? ഒന്ന് ഇറങ്ങി പോവാമോ ഇവിടുന്ന്? പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഓ ശരിടേ, ഇനി അടുത്ത തവണ ആത്ത വിളി തന്നെ കേക്കാം. അപ്പൊ നീ കാര്യം എന്തെന്ന് പറ. ഓക്കെ ഇപ്പൊ അത് എന്റെ പണിയായ? ഞാൻ എടുത്തോണ്ട് വരാം. എന്തടി? വിളിക്കാൻ വരുമ്പോ അങ്ങനെ നൈസിൽ സേവാകേന്ദ്രത്തിൽ ചെന്ന് ചിരിച്ച് കളിച്ച് ഓരോന്ന് പറഞ്ഞ് എല്ലാരെയും കയ്യിലെടുത്തിട്ട് നൈസിൽ ഐസ്ക്രീം മുട്ടായി ഒപ്പിക്കാനുള്ള പരിപാടിയല്ലേ. കഴിഞ്ഞ അവിടെ നിന്നെ അവിടെ കൊണ്ടുപോയതാണ് ഞാൻ ചെയ്തിട്ട്. ഇഷ്ടപ്പെടുവല്ലോ, അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടിക്കുമല്ലോ. ഡേയ് ഇങ്ങോട്ട് നോക്ക്. അവിടെ ഉഷി ചേച്ചിയും ഷൈനി ചേച്ചിയും കിടക്കിടക്ക് നിന്റെ കാര്യം ചോദിക്കും. എന്താ അങ്ങോട്ട് കൊണ്ടുവരാത്തേന്നൊക്കെ.
അവരൊക്കെ വിചാരിച്ചേക്കുന്നതേ ഭയങ്കര അടക്കും ഒതുക്കുള്ള പാല് പോലത്തെ കൊച്ചാണെന്നാണ്. അതെന്റെ അച്ഛല്ല. ഞങ്ങളുടെ തെറ്റാണ്. കൊഞ്ചിച്ച് വളർത്തി വശലായിക്കളഞ്ഞു. ഞാൻ നല്ല കുട്ടിയല്ലേ ചേട്ടാ. അനിയത്തിയായി പോയില്ലേ, എനിക്ക് അങ്ങനല്ലേ പറയാൻ പറ്റൂ. സോറി ചേട്ടാ, 10 മണിക്ക് എത്താം കറക്റ്റ്. നടന്ന പോലെ തന്നെ. ഞാൻ വിളിക്കാം ചേട്ടാ, ഞാൻ വിളിക്കാം. ഡേ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഇങ്ങനെ ഡയലോഗ് അടിക്കരുത്. ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. നിനക്കൊരു ദിവസം കാര്യമായിട്ട് ഞാൻ തരുന്നുണ്ട് കേട്ടാ, അപ്പൊ അതൊക്കെ ശരിയാവും. ചേട്ടാ ഞാൻ ഇതിനെ വല്ലതും ചെയ്യും കേട്ടാ. ചേച്ചി ഇപ്പൊ സ്കൂളൊക്കെ എങ്ങനെ, പഠിത്തമൊക്കെ എങ്ങനെ പോണു ചേച്ചിയുടെ? അടിപൊളി, ഞാനാണ് അവിടെ സ്റ്റാർ. അതായിരിക്കുമല്ലോ. പിന്നെ ചേച്ചിയുടെ കൂട്ടുകാരികളൊക്കെ എന്ത് പറയണം? കുഴപ്പമില്ല, ചിലരൊക്കെ ഇപ്പോഴും കഴിച്ചില്ല. അയ്യോ ഇപ്പോഴും കരച്ചില്ല. ഒരാളിനെ ഞാൻ കണ്ടു, അത് 3 ദിവസം കിടന്ന് കരയണ ഞാൻ കേട്ടായിരുന്നു കേട്ടാ. അതൊക്കെ പഴയ കഥയല്ലേ. എന്താ പറ, എല്ലാം കഴിക്കണം കേട്ടോ. ടാസ്ക് അമ്മ. ഇന്ത്യയൊക്കെ വായിന്ന് പറഞ്ഞാണ് ഈ പറയണത്. കൊണ്ടാക്കട, സൂക്ഷിച്ചോളോട്ടോ അവളെ. എന്നെ കൊണ്ട് കളയാൻ വെറുതെ ആയല്ലേ. എപ്പോഴേ കൊണ്ട കളയണ്ടായിരുന്നു, വൈകിപ്പോയി. ചേട്ടാ ഗേറ്റിന്റെ അവിടെ വിട്ടിട്ട് പോണേ. നീ 2-3 ദിവസമായല്ല ഗേറ്റിനവിടെ വിട്ടിട്ട് പോണേന്ന് പറയണ്. എന്നെ അകത്തോട്ട് കേട്ടണില്ല. കാര്യം എന്ത്? ചേട്ടന്റെ സമയങ്ങളേ ഉണ്ടല്ലോ. അത് വേറെ ഒന്നല്ലടാ, നീ വീട്ടിലെ വേലക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ഉഗ്രൻ ഐഡിയ ആണല്ലോ. എന്റെ മേടിക്കും കേട്ടാ. ചെല്ലട കൊണ്ടാക്കിട്ടോ പെട്ടെന്ന്. പാറുവേ, ചുമ്മാ ക്ലാസ്സിക്കൊന്നും ബഹളം ഉണ്ടാക്കരുതും. ടീച്ചർമാർ പറയണ ശ്രദ്ധിക്കണം. മറ്റുള്ള കുട്ടികളോട് വഴക്കിടരുതും. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. പഠിക്കാനിരിക്കുമ്പോ പഠിക്കാനുണ്ട്. ചെല്ലു പോയിട്ട് വാ, ഞാൻ വരണുണ്ട്. അവിടെ കയറണുണ്ട് പോകുന്ന വഴിക്ക് കിൻഡർ ഗാർഡനിൽ. വേണ്ടമ്മ. അതെന്താ? അവർക്ക് അവരുടെ അമ്മ ഓർമ്മ വരും. പറഞ്ഞ കറക്റ്റാണ് കേട്ടാ. ഇത്ര ചെറിയ വയസ്സിൽ എന്തൊക്കെ ചിന്തിച്ച് ആലോചിച്ച് കൂട്ടണം. ഞാൻ വിടുന്ന പാടെ എനിക്കറിയാം. എന്റെ അമ്മയെ പെട്ടെന്ന് പോകാൻ കൊണ്ടുപോടെ കൊണ്ടുപോണേക്കെ കഴിക്കോ എന്തോ. ആ കാര്യത്തിൽ കുറച്ച് കഷ്ടപ്പാടാണ്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഓക്കെയാണ്. ഈ നഴ്സറിയിൽ പോകുമ്പോഴേ കുറച്ച് തീറ്റിക്കാൻ കഷ്ടപ്പാടാ. കുറച്ച് ഡ്രസ്സ് എടുക്കണം പാറുവിന്. അല്ലാതെ പഴയതായി, ചെറുതായി. ആണാ? അതിന്റെ ഒപ്പം ഈ ഉള്ളവനും കൂടി ഡ്രസ്സ് എടുത്താൽ കൊള്ളാമായിരുന്നു. പോക്കറ്റിൽ കാശുണ്ടല്ലോ, എടുക്കട്ടാ പോയി.